നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇത് ഒരു സാധാരണ വീഡിയോ അല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു മാറ്റത്തിന്റെ മുൻകൂട്ടി ലഭിക്കുന്ന സൂചനയാണ്. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും കാരണമില്ലാതെ മനസ്സിൽ ഒരു ശാന്തത തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? പലർക്കും അറിയാത്ത ഒരു രഹസ്യമുണ്ട്. ചിലപ്പോൾ പ്രകൃതി നമ്മളോട് സംസാരിക്കും, പക്ഷെ അത് നമുക്ക് മനസ്സിലാകാറില്ല എന്നതാണ് സത്യം. അത്തരത്തിലുള്ള ഒരു ദൈവിക സൂചനയാണ് ശംഖുപുഷ്പം പൂക്കുന്നത്. നിങ്ങളുടെ വീട്ടില് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടില് ഈ പൂവ് വിരിയുന്നുണ്ടെങ്കിൽ അടുത്ത 7 ദിവസങ്ങൾ സാധാരണ ദിവസങ്ങളല്ല. ഈ 7 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശംഖുപുഷ്പത്തിന്റെ ദൈവിക രഹസ്യത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ശംഖുപുഷ്പം പൂക്കുന്ന വീട്ടില് അടുത്ത 7 ദിവസത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളും എന്തുകൊണ്ട് ചിലർക്ക് ഫലം ലഭിക്കുന്നില്ല എന്നതിനെ കുറിച്ചും നിങ്ങൾ ചെയ്യേണ്ട ചെറിയ പരിഹാരത്തെക്കുറിച്ചുമാണ്. എല്ലാം വളരെ വിശദമായി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ശംഖുപുഷ്പം പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ദൈവിക ഫീൽ ഉണ്ടല്ലേ. ഈ പൂവിന്റെ രൂപം തന്നെ ഒരു ശംഖിന്റെ ആകൃതിയിലാണ്. ശംഖ് ഹിന്ദു വിശ്വാസത്തിൽ വളരെ ശക്തമായ ഒരു ദൈവിക പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഈ പൂവിനും ഒരു പ്രത്യേക ഊർജമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പഴയ കാലത്ത് വീട്ടിൽ ശംഖുപുഷ്പം നട്ടാൽ സമാധാനം വർദ്ധിക്കും, നെഗറ്റീവ് എനർജി കുറയും, ദൈവിക അനുഗ്രഹം ലഭിക്കും എന്ന് വിശ്വസിച്ചിരുന്നു. ഇത് വെറും വിശ്വാസം മാത്രമല്ല, ഇന്നത്തെ ആയുർവേദത്തിൽ പോലും ഈ ചെടിയെ വളരെ പ്രധാനപ്പെട്ട ഔഷധമായിട്ടാണ് കാണുന്നത്. മനസ്സിനെ ശാന്തമാക്കാനും മനസ്സിന്റെ ക്ലാരിറ്റി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. ഇനി അടുത്തതായിട്ട് ശംഖുപുഷ്പം പൂക്കുന്ന വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയാം. ശംഖുപുഷ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്ന ദിവസം മുതൽ തന്നെ ആദ്യ ദിവസം ഒരു ചെറിയ മാറ്റം തുടങ്ങുന്നു. പക്ഷെ ആ മാറ്റം നിങ്ങൾക്ക് ഉടനെ മനസ്സിലാകണമെന്നില്ല. നിങ്ങൾക്ക് തോന്നും എന്തോ ഒരു ഭാരം കുറഞ്ഞതുപോലെ. കുറച്ചു ദിവസങ്ങളായിട്ട് നിങ്ങളെ അലട്ടിയിരുന്ന ചിന്തകൾ അവ പതിയെ പതിയെ കുറയാൻ തുടങ്ങും. മനസ്സിൽ ഒരു ശാന്തത, ഒരു നിശബ്ദമായ സമാധാനം വരും. അത് നിങ്ങൾക്ക് തന്നെ ചോദിക്കാൻ തോന്നും, എന്തോ ഇന്നെനിക്ക് ഇങ്ങനെയൊരു ഫീല് ചെയ്യുന്നത്. ഇതൊരു സാധാരണ കാര്യമല്ല, ഇതൊരു എനർജി ഷിഫ്റ്റ് ആണ്. ഈ ദിവസം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടും. ശാന്തമായ സംഗീതം കേൾക്കാൻ തോന്നും. ഇത് എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങളുടെ മനസ്സ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഒരു കാര്യം ശ്രദ്ധിക്കുക. നെഗറ്റീവ് ആളുകളെ അവോയ്ഡ് ചെയ്യുക. അൺനെസസറി ആർഗ്യുമെന്റ്സ് ഒഴിവാക്കുക. നിങ്ങളുടെ മൈൻഡ് കാമായി നിലനിർത്തുക. കാരണം ഇത് തുടക്കമാണ്. ഇനി 2ാം ദിവസത്തെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ മാറ്റം കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ കഴിയും. നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവായി മാറാൻ തുടങ്ങും. ഇത്രയും നാള് നിങ്ങൾ ഇത് നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ ഇപ്പോൾ ഒന്നെങ്കിലും നടക്കും എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് ഒരു ചെറിയ കോൺഫിഡൻസ് വരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ആദ്യം നമ്മുടെ ചിന്തകളിൽ തന്നെ രൂപപ്പെടുന്നു. ഈ ദിവസം നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരാം. പക്ഷെ ഈ തവണ നിങ്ങൾ അതിനെ ഡിഫറെന്റ് ആയി കാണും. ഇത് ഹീലിംഗ് ആണ്. അതുകൊണ്ട് പോസിറ്റീവ് തോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക. ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുക. ഇനി 3ാം ദിവസത്തെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് വിസിബിൾ സൈൻ. ഒരു അപ്രതീക്ഷിത സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അത് വലിയ മാറ്റമായിരിക്കണമെന്നില്ല, പക്ഷെ അതിന് ഒരു മെസ്സേജ് ഉണ്ടാകും. ഉദാഹരണത്തിന്, ഒരാൾ നിങ്ങളെ അപ്രതീക്ഷിതമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, ഒരു പഴയ ചാൻസ് വീണ്ടും വരിക, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വിവരം ലഭിക്കുക. നിങ്ങൾക്ക് തോന്നും ഇതെങ്ങനെയാ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന്. ഇത് ഒരിക്കലും കോയിൻസിഡൻസ് അല്ല, ഇതൊരു സിഗ്നൽ ആണ്. ഈ ദിവസം നിങ്ങൾ അലേർട്ടായിരിക്കുക എന്നുള്ളതാണ്. അവസരങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്, ഇഗ്നോർ ചെയ്യരുത്. ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി 4ാം ദിവസത്തെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ റിയൽ ആയിട്ട് മാറ്റം തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ നീണ്ടു നിന്നിരുന്ന ഒരു പ്രശ്നം അത് പതിയെ പതിയെ സോൾവ് ആകാൻ തുടങ്ങും. നിങ്ങൾക്ക് തോന്നും ഇത്രയും നാള് സ്റ്റക്കായിരുന്ന കാര്യം ഇപ്പോൾ എങ്ങനെ മൂവ് ആകുന്നു എന്നുള്ളത്. ഇത് എനർജി ഫ്ലോ ഓപ്പൺ ആകുന്നതിന്റെ സൂചനയാണ്. കാരണം വലിയ മാറ്റങ്ങൾ ചെറിയ സ്റ്റെപ്പ് കൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്.
ഇനി അടുത്തതായിട്ട് 5-ാമത്തെ ദിവസം, ഇതാണ് ഒരു ടേണിംഗ് പോയിന്റ് ആകുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കടന്നു വരും. അത് ഒരുപക്ഷെ ഒരു ജോലിയാകാം, ഒരു റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഒരു തീരുമാനമാകാം. ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ട്. നിങ്ങൾ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും. ഇത് ശരിയാണോ, അല്ലെങ്കിൽ ഇത് തെറ്റാണോ, ഇത് ശരിയായ അവസരമാണോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. ഈ സമയത്ത് നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വിശ്വസിക്കുക. ഓവർ തിങ്കിങ് ഒഴിവാക്കുക. കാരണം ഈ അവസരം നിങ്ങളുടെ ലൈഫ് മാറ്റാൻ വന്നതാണ് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. ഇനി 6-ാമത്തെ ദിവസത്തെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എല്ലാം ക്ലിയർ ആയി തുടങ്ങും. നിങ്ങൾക്ക് സഡൻലി ഒരു ക്ലാരിറ്റി ലഭിക്കും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് വേണം, എന്ത് വേണ്ട, ആരാണ് ശരി, ആരാണ് തെറ്റ്. ഇതൊരു പവർഫുൾ മൊമെന്റ് ആണ്. ഈ ദിവസം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും നല്ല സമയമാണ്. നിങ്ങളുടെ മനസ്സ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഇനി 7-ാമത്തെ ദിവസം, ഇതാണ് ക്ലൈമാക്സ്, ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം. ഇതൊരിക്കലും ഒരു സഡൻ മിറാക്കിൾ ആകണമെന്നില്ല, പക്ഷെ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ തന്നെ മാറ്റും. നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്തോ ഒരു പുതിയ തുടക്കം. ഈ ദിവസം പുതിയ കാര്യങ്ങൾ ആരംഭിക്കുക, പുതിയ എനർജി, പോസിറ്റീവ് എനർജിയെ എംബ്രാൻസ് ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു വിജയത്തിന്റെ തുടക്കമായി മാറും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ 7 ദിവസങ്ങളിൽ ഏതെങ്കിലും സൂചനകൾ നിങ്ങൾക്ക് ഇതിനകം അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ യെസ് എന്ന് എഴുതുക. ഒപ്പം വീട്ടിൽ ശംഖുപുഷ്പം പൂത്തതിനു ശേഷം എത്രാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് മാറ്റം അനുഭവപ്പെട്ടത് എന്നതുകൂടി രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചില ആളുകൾ പറയും എൻ്റെ വീട്ടിലെ ശംഖുപുഷ്പ ചെടി ഒരുപാടുണ്ട്, പക്ഷെ എനിക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഫലങ്ങളൊന്നും ലഭിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? നമുക്കും തോന്നാറില്ലേ? ചില വീടുകളിലെ ശംഖുപുഷ്പ ചെടി പൂത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഫലം അനുഭവിച്ചറിയാനായിട്ട് കഴിയും. എന്നാൽ ചിലർക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവാറില്ല. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണ്, അല്ലെങ്കിൽ വീട്ടിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജി കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യത്തിലും പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ ഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കണം, അപ്പോഴാണ് ഫലം വരുന്നത്. പൂർണ്ണ വിശ്വാസത്തോടെ ദൈവികമായിട്ടുള്ള ഒരു ചെടിയാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനെ പരിഗണിച്ച് പരിപാലിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഫലവും നിങ്ങളെ തേടിയെത്തുകയുള്ളൂ. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ചെറിയൊരു പരിഹാരം കൂടെ പറഞ്ഞു തരാം. ഈ പറഞ്ഞ രീതിയിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട്, ശംഖുപുഷ്പം പൂക്കുന്നതിന്റെ എല്ലാ ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുമാണ്. നിങ്ങളുടെ വീട്ടിലെ ശംഖുപുഷ്പം പൂത്തു കഴിഞ്ഞാൽ ആ പൂ കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിലുള്ള ദേവതാ ചിത്രത്തിന് സമർപ്പിക്കുക. അടുത്ത് ക്ഷേത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിലും സമർപ്പിക്കാവുന്നതാണ്, ഏറ്റവും ഉത്തമമാണ്. അതോടൊപ്പം തന്നെ ആ ഒരു ചെടിയെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുക. വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ശംഖുപുഷ്പ ചെടിയുടെ അടിയിലായിട്ട് നമ്മൾ കൊണ്ടിടാൻ പാടില്ല. വേസ്റ്റ് വെള്ളമൊന്നും ശംഖുപുഷ്പ ചെടിക്ക് മറിക്കാനായിട്ട് പാടില്ല. വളരെ നല്ല രീതിയിൽ ഒരു ദൈവിക ചെടി, അതായത് നമ്മൾ തുളസിയൊക്കെ എങ്ങനെയാണോ പരിപാലിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ശംഖുപുഷ്പ ചെടിയെയും പരിപാലിച്ചു കഴിഞ്ഞാൽ അത് പൂക്കുന്ന സമയം മുതൽ നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാകും. ഓരോ തവണ നിങ്ങളുടെ വീട്ടിലെ ശംഖുപുഷ്പം പൂക്കുമ്പോഴും നിങ്ങൾക്ക് ഓരോ മുന്നേറ്റം ഉണ്ടാകും, ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും, നിങ്ങൾക്ക് കുടുംബത്തിൽ സന്തോഷം കടന്നു വരും. അപ്പൊ അതൊക്കെയും നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശംഖുപുഷ്പത്തെ ശരിയായ രീതിയിൽ പരിപാലിക്കുക, വിശ്വാസത്തോടെ അതിനെ പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.